തുറന്നു പറച്ചിലാണ് പൊളിറ്റിക്സ് കേരള. തുറന്നു പറയുമ്പോൾ ഒരുപാട് ശക്തിയുള്ള മലകളെ കല്ലെറിയുന്ന ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ മലകൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നീട് ആ മലകൾ തകർക്കണമെങ്കിൽ ബുൾഡോസർ ഉപയോഗിക്കേണ്ടി വരും. ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലകൾ, നമ്മുടെ നദികൾ ഒക്കെ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ മലകളും നമ്മുടെ നദികളും ഒക്കെ പ്രക്ഷുബ്ധമാകുമ്പോൾ ചിലത് തുറന്നു പറയാതിരിക്കാൻ ആവില്ല. ഇതൊരിക്കലും മറ്റൊരു വാർത്തയായി എടുക്കരുത്. ഇത് എന്റെ പ്രേക്ഷകരോട് വ്യക്തിപരമായി പറയുന്ന കാര്യമാണ്. 2 ലക്ഷത്തിലധികം പ്രേക്ഷകർക്കുണ്ടെന്നാണ് തോന്നുന്നു. അവരോട് വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യമാണ്. അത് പറയാതിരുന്നാൽ ഞാൻ ശാന്തനായി പോകും. വേറൊന്നുമില്ല. എന്റെ അമ്മയുടെ മരണം ഞാൻ നിങ്ങളോട് അറിയിച്ചിരുന്നു. അമ്മ മരിച്ചു. ഒരുപാട് പേർ വിളിച്ചിരുന്നു. എന്റെ അമ്മയ്ക്ക് വേണ്ടി ശ്രാദ്ധമിട്ടത് നിങ്ങളാണ്. തിരുനെല്ലിയിൽ പോയവരെ ശ്രാദ്ധമിട്ട പ്രേക്ഷകരുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്റെ മനസ്സ് തുറക്കുമ്പോൾ അത് കുറെ പേർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അല്ലെങ്കിൽ അതൊരു അസൂയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വികാരമായി മാറും. അടുത്ത കാലത്ത് ഒരു നപുംസകം പറഞ്ഞൊരു വാക്കുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഈ ബന്ധുക്കളുടെ വരവൊക്കെ അങ്ങ് നിന്നു. അവരുടെ പെർഫോമൻസ് ഒരുപാട് ഞാൻ സഹിച്ചു. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മരിച്ച് തൊട്ടപ്പുറത്ത് നമ്മുടെ റൂമിൽ കിടക്കുമ്പോൾ ഒരു ചെറ്റമെന്ന് പറയുക, നീ മനുഷ്യനാണോ? അത് അവൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ അമ്മയോ എന്റെ അച്ഛനെയോ ദ്രോഹിച്ചിട്ടില്ല. എന്റെ അമ്മയും എന്റെ അച്ഛനും എനിക്ക് ദൈവങ്ങളാണ്. എന്റെ അമ്മയും എന്റെ അച്ഛനും അഭിമാനപൂരിതമായാണ് മരിച്ചത്. പക്ഷെ നിന്റെ വിധിയോ? ഈ പറഞ്ഞവന്റെ വിധി 17 വർഷം മാലദ്വീപിൽ കിടന്നവനാണ് ഇവിടെ വന്ന് ഡയലോഗ് ഓടിക്കുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ കൊച്ചുമോനോട് എനിക്ക് എന്റെ ഒരു പെറ്റെന്ന് പറയണത് എന്റെ കൊച്ചുമോനാണ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. അവന്റെ അടുത്ത് ചെന്ന് പറയുക, അച്ഛന്റെ ചാനലൊക്കെ തീർന്നു, ചാനലെല്ലാം പൂട്ടിക്കെട്ടാറായി എന്ന് ഇവൻ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. ആ കൊച്ചിന് ഇതുവല്ലോ അറിയാമോ? എടാ, കൊച്ചു കുട്ടികളെങ്കിലും വെറുതെ ഇവിടെ കഞ്ചാവ് മോഹന, കൊച്ചു കുട്ടികളെങ്കിലും നീ വെറുതെ ഇവിടെ. ആ കൊച്ച് ആകെ മൊത്തം അപ്സെറ്റ് ആയിപ്പോയി. അച്ഛന്റെ ചാനൽ നിർത്താൻ പോയാ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. എന്റെ കൊച്ച് മോനെ, ചാനൽ നിർത്തിയാലും അച്ഛൻ ജീവിക്കും. അച്ഛന് ജീവിക്കാനുള്ള കരുത്തുണ്ട്. അച്ഛൻ അത്യാവശ്യം ജീവിക്കാനുള്ള തന്റെ ഇടവുമുണ്ട്. ഇനി അടുത്തത്, ഞങ്ങൾ നിനക്കെതിരെ ന്യൂസ് ചെയ്തിരുന്നു. ന്യൂസ് ചെയ്തതിന് കാരണം നീ തെണ്ടിത്തിരിഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചു. നീയല്ല, ഈ പ്രേംലാൽ എന്ന് പറഞ്ഞ പട്ടീരമായി സൗഹൃദം സ്ഥാപിച്ച ഈ രാധാകൃഷ്ണൻ വന്ന് വിളിക്കുന്നത് അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി വിളിച്ച് എന്നോട് പറയുക, കണ്ണൻ ചത്ത് കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് പോവും, ഇവരാരും നിന്നെ നോക്കില്ല. ഇവര് നോക്കിയില്ലെങ്കിൽ എന്ത്, ജീവിക്കില്ലേ? 48 വയസ്സ് വരെ ജീവിച്ചില്ലേ? ഇവനൊന്നും കുഴിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ പ്രേക്ഷകരോട് വന്നത്. കാരണം ഇവരൊക്കെ അത്രയേറെ ഈ ചാനലിനെ വെറുക്കുന്നു. കാരണം ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ സംഘടനാപരമായി RSS ബന്ധമുള്ള അവരാണ്, ബന്ധുക്കളില്ല. സ്വാഭാവികമായും CPM ബന്ധമുള്ളൊരു ചാനൽ വരുമ്പോൾ അവർക്ക് എതിർക്കാൻ തോന്നും, കടിക്കാൻ തോന്നും, ഒക്കെ തോന്നും. കഴിയുന്നതൊക്കെയില്ല. കടിച്ചാൽ പല്ലടിച്ചൊളിക്കും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ആരും, എന്റെ ഭാര്യയായാലും എന്റെ കുഞ്ഞുങ്ങളായാലും എന്റെ ഈ പറയുന്ന ബന്ധുക്കളായാലും, അമ്മ മരിച്ചപ്പോൾ കിടന്ന പെർഫോമൻസ് കാണിച്ച ബന്ധുക്കളായാലും അവരാരും വിഷമിക്കണ്ട. എന്റെ ഭൗതിക ശരീരം മറ്റാർക്കും ഉള്ളതല്ല.
മെഡിക്കൽ കോളേജിന് ഉള്ളതാണ്. ഞാനത് എഴുതി കൊടുത്തു. എന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് ഉള്ളതാണ്. നീ ഒന്നും വന്ന് ബൈക്കിലിടണ്ട, നീ ഒന്നും ഇഡ്ഡലി വയ്ക്കണ്ട കുളിക്കുക, നീ ഒന്നും 16-ന് സദ്യ എടുക്കണ്ട. അത് പറയാൻ വേണ്ടിയാണ് വന്നത് ഹൃദയവേദനയോടെ. മോഹന, നീ മനുഷ്യനാണോ എന്ന് അപ്പുറത്ത് എന്റെ അമ്മ മരിച്ചു കിടന്നപ്പോ നീ ചോദിച്ച ചോദ്യത്തിന് നിന്റെ പിടിച്ച് കലക്കേണ്ടതാണ്. അങ്ങനെ ഇടിച്ച് കലക്കിയുള്ള പാരമ്പര്യവും ഷാജിക്കുന്നുണ്ട്. രണ്ടാമത്, അമ്മയും കൊണ്ട് മോക്ഷകവാടത്തിൽ പോയപ്പോ നീ കാണിച്ച പെർഫോമൻസ് കണ്ട് എന്റെ സുഹൃത്ത് ശ്രീകുമാർ കലാമുറിയിലെ എന്നെ നീ അങ്ങ് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. തെറിയോടെ തെറി. അവിടെ നില്ലടാ, ഇവിടെ നില്ലടാ എന്നൊക്കെ പറഞ്ഞുള്ള തെറി. അവിടെ നില്ല, ഇവിടെ നില്ലെന്ന് പറയാൻ നിന്റെ തന്തയല്ലോടാ നായിന്റെ മോനെ. ഞാൻ ശ്രീകുമാർ പറഞ്ഞു, എന്നാ സൈഡിൽ കയറ്റി ഇടി കൊടുക്കട്ടാന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, വേണ്ട, അമ്മ മരിച്ചു കിടക്കുന്ന സമയമാണ്. അമ്മ മരിക്കുമ്പോൾ എനിക്ക് സാമ്പത്തികപരമായും കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ, നിങ്ങൾ തന്ന പൈസ കൊണ്ടാണല്ലോ ഇത് ഓടുന്നത്. അപ്പൊ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവരങ്ങ് ഏറ്റെടുത്ത ശേഷം എന്നെ നിരന്തരമായി ക്രൂശിക്കുകയായിരുന്നു. എന്റെ കൊച്ചു മകന്റെ മുമ്പിൽ വെച്ച് പോലും എനിക്കെതിരെ വളരെ വളരെ വൈകൃതമായ തമാശകൾ ഇവന്മാർ ആഘോഷിച്ചു. നിന്നെയൊന്നും പറയാൻ വാക്കില്ല. കുറെ പറയണമെന്നുണ്ട്, കുറെ പറയാനുള്ളത് മനസ്സിലടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചതും നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത്. പേടിച്ചിട്ടല്ല. എന്തായാലും ഈ ന്യൂസ് വന്ന ശേഷം നിന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ ബന്ധു, അവര് വന്നു. പിന്നെ അടുത്തത് വേറൊന്നും കൂടെ വന്നു, വേറൊരു ജന്മം കൂടെ വന്നു. ആ ജന്മം വന്നതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല, കമ്മിറ്റ്മെന്റ് ആയിപ്പോയി. അല്ലെങ്കിൽ പ്രതികരിച്ചനെ, അടിച്ചിറക്കി വിട്ടനെ. പിന്നെ നിന്നെ അന്ന് സൈഡ് ഗേറ്റ് ഇടിക്കാത്തത്, സൈഡ് ഗേറ്റ് ഇടിയെന്ന് പറയുന്ന സംഭവമുണ്ട്, മോനറിയാമോ? സൈഡ് ഗേറ്റ് നമ്മൾ തൂക്കിയെടുത്ത് സൈഡ് ഗേറ്റ് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സൈഡിൽ നിർത്തി ഇടി കൊടുത്തു വിടും. അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. മേലാൽ നായിന്റെ മോനെ, ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത്, ഒരാൾ മരിച്ചു കിടക്കുന്ന നേരത്ത് അയാളുടെ മകനോട് ഇവര് കുണച്ച വർത്താനം പറയുന്നു കേട്ടോ. കുണച്ച വർത്താനം പറയുന്നത്, നീ 17 വർഷം ജയിലിൽ കിടന്ന തെണ്ടി, 17 വർഷം മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടന്ന തെണ്ടി, നിന്റെ അളിയെ ആണും പെണ്ണും കെട്ടവനായോണ്ട് നിന്നെയും സ്തുതിപാടിക്കൊണ്ട് നടക്കും. ഇനി ഒരു ന്യൂസ് ഇടാനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. നിന്റെ ഭാര്യ ഇപ്പോൾ വളരെ ധൈര്യവതിയായി മാറിയിരിക്കുന്നു. ധൈര്യവതിയായി മാറിയത് മാത്രമല്ല, അവള് എന്നോട് പറയുന്നു 17 വർഷം ജയിലിൽ കിടന്ന ശേഷം എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ സ്റ്റോറി ഞാൻ ഇട്ടാൽ ഡിലീറ്റ് ചെയ്യാറില്ല. ഇനിയുള്ള ഒരൊറ്റ സ്റ്റോറിയും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നുമില്ല. ഇനി അങ്ങോട്ട് സ്റ്റോറികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ചത്താൽ വന്ന് കുഴിച്ചിടേണ്ട എന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് ഉള്ളതാണ്. ആ കൊച്ചുങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇത് ഞാൻ എന്റെ പ്രേക്ഷകരെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ ഭൗതിക ശരീരം ഞാൻ മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്യും. അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. അവർ പഠിച്ച്, എന്റെ ശരീരത്തിൽ പഠിച്ച് അവർ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അതുകൊണ്ട് പ്രേംലാലെ, നീ വന്ന് കുഴിച്ചിടേണ്ട കാര്യമില്ല. മോഹന, നീ വന്ന് കുഴിച്ചിടേണ്ട കാര്യമില്ല. ഒന്നും പറയുന്നില്ല. ഈ മയക്കുമരുന്നൊക്കെ വിൽക്കുമ്പോൾ ഇനി ഇത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. ഈ മയക്കുമരുന്ന് വിൽപ്പനയും ഒക്കെ നടത്തുമ്പോഴേ ശ്രദ്ധിക്കണം. നിനക്ക് തുണയായി നിന്റെ പ്രേംലാലുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന് കരുതിയൊന്നും മയക്കുമരുന്ന് വിൽപ്പന നടത്തരുത്. നീ എനിക്കൊരു തണ്ടിയല്ല, പ്രേംലാൽ എനിക്കൊരു തണ്ടിയല്ല. തണ്ടിയാവുമ്പോ ഞാൻ നിന്റെയൊക്കെ കാലി വീഴാം. നിന്റെ ഭാര്യ ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. 3.5 വർഷം എന്റെ അമ്മ കടന്നിട്ട് അവസാനത്തെ 2 മാസം മാത്രമാണ് നിന്റെ ഭാര്യ ഇവിടെ വന്ന് നോക്കിയത്.
പിന്നെ കൂടെ വന്ന ആ സ്ത്രീക്ക് എന്തോ തെറ്റിദ്ധാരണ കാരണം വന്നതാണ്. അതൊന്നും എന്താ പറയുക, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ ഞാൻ കളയുന്നു. ഇതിനു വേണ്ടി ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനോ ഒന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് മോഹന്റെ ജീവിതത്തിലേക്ക് പോവുക. പ്രേംലാൽ എന്ന് പറഞ്ഞ പട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചെയ്യുക. ഇവിടത്തെ കതവ് അടച്ചിട്ടില്ല.